ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. സൗഭാഗ്യയോഗവും ധനയോഗവും ഒന്നിച്ച് ഈ നക്ഷത്രക്കാരായ ആളുകളിലേക്ക് വന്നെത്തുന്നു. ഈ ആഴ്ച ആദിത്യൻ കുംഭം രാശിയിലാണ്. അവിട്ടം ചതയം ഞാറ്റുവേലകളുണ്ട്. ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിൽ ചതുർത്ഥി മുതൽ ദശമി വരെയുള്ള തിഥികളിലാണ്. ഈ ആഴ്ച ചന്ദ്രൻ അത്തം മുതൽ തൃക്കേട്ട വരെയുള്ള നക്ഷത്രങ്ങളിൽ സഞ്ചരിക്കുന്നു. ശനി കുംഭം രാശിയിൽ പൂരുരുട്ടാതിയിൽ തുടരുകയാണ്. വ്യാഴം ഇടവം രാശിയിൽ രോഹിണിയിലാണ്. രാഹു മീനത്തിൽ ഉത്രട്ടാതിയിലും കേതു കന്നിയിൽ ഉത്രത്തിലുമായി സഞ്ചരിക്കുന്നു. ബുധൻ കുംഭരാശിയിൽ ചതയത്തിലൂടെ നീങ്ങുകയാണ്. ബുധന് മൗഢ്യാവസ്ഥയിലാണ് ഇപ്പോൾ. ചൊവ്വ മിഥുനം രാശിയിൽ പുണർദത്തിൽ വക്രഗതിയിൽ തുടരുന്നു. ശുക്രൻ ഉച്ചസ്ഥനായി മീനത്തിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണ്. ഞായറും തിങ്കൾ സായാഹ്നം വരെയും കുംഭരാശിക്കാരുടെ അഷ്ടമ രാശിയാണ്. തുടർന്ന് ബുധനാഴ്ച അർദ്ധരാത്രി വരെ മീനരാശിക്കാർക്കും അതിനുമേൽ ശനിയാഴ്ച വൈകുന്നേരം മേടരാശിക്കാർക്കും അഷ്ടമരാശിയാണ്. ശനിയാഴ്ച സന്ധ്യ മുതൽ തുടങ്ങി അടുത്ത ആഴ്ചയിലേക്കും പകരുന്നു ഇടവരാശിക്കാരുടെ അഷ്ടമരാശിവേള. ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ വാരഫലമാണ്. ആദ്യം അശ്വതി നക്ഷത്രക്കാരാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ആത്മവിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ദിവസങ്ങളാണ്. ഒപ്പമുള്ളവരുടെ വാക്കുകൾ കൊള്ളേണ്ടത് കൊള്ളുവാനും തള്ളേണ്ടത് തള്ളുവാനുമുള്ള വിവേകം ഉണ്ടാകും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്നതാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ക്ലേശിക്കാതെ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും. സൗഹൃദം വളരെയധികം പുഷ്ടിപ്പെടുന്ന ആഴ്ച കൂടിയാണ്. ചില കൂടിച്ചേരലുകൾ നിങ്ങളുടെ മനസ്സിന് നവ ഉന്മേഷം പകരുന്നതായിരിക്കും. അനാവശ്യമായ തിടുക്കം ഒരു കാര്യത്തിലും വേണ്ടിവരില്ല. വ്യാഴം വെള്ളി ദിവസങ്ങൾക്ക് അല്പം ചെലവ് വർദ്ധിക്കുവാൻ ഇടയുണ്ട്. നിങ്ങൾക്ക് അഷ്ടമരാശിയാകിയാൽ വാഹനം ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ആഴ്ച തന്നെയാണ്. അടുത്തത് ഭരണി നക്ഷത്രക്കാരാണ്. ഭരണി നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ വളരെയധികം സമാധാനമുണ്ടാകും. കാര്യങ്ങളെല്ലാം സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്ന ആഴ്ച കൂടിയാണ്. സാമ്പത്തികമായ നിങ്ങളുടെ സ്ഥിതിയിൽ വളരെയധികം ആശ്വാസം ഭവിക്കുന്നതാണ്. ഭാവി നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും നവസംരംഭങ്ങളുമായി മുന്നോട്ട് പോകുവാനുമുള്ള സാഹചര്യങ്ങൾ അനുകൂലമാകും. കുടുംബജീവിതത്തിലും വളരെയധികം സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. ഭക്ഷണം, വിനോദം, വ്യായാമം, വിശ്രമം ഇവയെല്ലാം പതിവ് പോലെയാകും. ബന്ധുസമാഗമം പൂർവ്വകാല സ്മരണകളെ സമ്മാനിക്കും. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകളിൽ മുഴുകുവാൻ സാധിക്കുന്നതാണ്. വ്യാഴം വെള്ളി ദിവസങ്ങൾക്ക് വേണ്ടത്ര മേന്മയുണ്ടാകുകയില്ല. അടുത്തത് കാർത്തിക നക്ഷത്രക്കാരാണ്. അപ്രസക്ത കാര്യങ്ങൾക്കായി ധാരാളം നിങ്ങളുടെ സമയവും ഊർജവും ചെലവാക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടാകും. തീയതികൾ തെറ്റായി എഴുതുകയോ ഓർമ്മിപ്പിക്കുകയോ ചെയ്യുവാനിടയുണ്ട്. പുതുസംരംഭങ്ങൾ തുടങ്ങുന്നതിനായുള്ള മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ സാധിക്കും. ധനസമാഹരണം എളുപ്പമല്ലെന്ന് നിങ്ങളുടെ മുൻ അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. പ്രിയപ്പെട്ടവരുടെ മംഗളവേളകളിൽ പങ്കെടുത്ത് ഉചിതമായ പാരിതോഷികം നൽകുവാൻ സാധിക്കുന്നതാണ്. ചെറുപ്പക്കാരായ ആളുകളുടെ ഉന്നമനേച്ഛയില്ലായ്മ ഗൃഹ അന്തരീക്ഷത്തെ കലുഷമാക്കുവാൻ ഇടവരുത്തും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് നിങ്ങളുടെ സഹപ്രവർത്തകരുടെ ചുമതലകൾ കൂടി നിർവഹിക്കേണ്ട ഒരു സാഹചര്യം ഈ ആഴ്ച വന്നു ചേരും. അടുത്തത് രോഹിണി നക്ഷത്രക്കാരാണ്. രോഹിണി നക്ഷത്ര ജാതകർക്ക് നിങ്ങളുടെ ആലോചനകൾ പ്രാവർത്തികമാക്കുവാൻ വളരെയധികം തടസ്സങ്ങളുള്ളതായി അനുഭവപ്പെടും. മകൻ്റെ കാര്യങ്ങളിൽ മനക്ലേശമുണ്ടാകുന്നതാണ്. പുതുതലമുറയുടെ നിർബന്ധശീലങ്ങൾ നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കും. ചൊവ്വ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ കർമ്മരംഗത്ത് മുന്നേറുവാനും വ്യക്തിമുദ്ര പതിപ്പിക്കുവാനും കഴിയുന്നതാണ്. ചുമതലകളിൽ നിന്നും വിട്ടുവീഴ്ചയുണ്ടാകില്ല. സഹപ്രവർത്തകരുമായുള്ള ആശയവിനിമയം വളരെയധികം ഗുണകരമാകും. വ്യാപാരത്തിൽ ഉപഭോക്താക്കളുടെ വിശ്വാസം നിലനിർത്തുവാൻ സാധിക്കുന്ന ആഴ്ച കൂടിയാണ്. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദ ദിനങ്ങൾ പങ്കിടുവാനും സാധിക്കും. വാങ്ങാൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം പാരിതോഷികമായി ലഭിക്കുവാനും ഈ ആഴ്ച ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്രക്കാരാണ്. സ്വൈര്യവും സ്വൈര്യക്കേടുകളും വന്നും പോയുമിരിക്കും. സാമ്പത്തികമായ അരക്ഷിതാവസ്ഥയ്ക്ക് മാറ്റം വരുന്ന ആഴ്ചയാണ്. ആത്മാർത്ഥമായ നിങ്ങൾ പെരുമാറിയാലും ഉറ്റവർ ചിലപ്പോൾ നിങ്ങളെ വിശ്വസിക്കണമെന്നില്ല. ഈ ഒരു കാര്യത്തിൽ വളരെയധികം സങ്കടത്തിനുള്ള കാരണമാകും. ബിസിനസ് യാത്രകളെല്ലാം എല്ലാ രീതിയിലും ഗുണകരമാകുന്നതാണ്. കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്നതാണ്.
വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ കുറയുന്നതാണ്. ഉത്സവങ്ങൾക്കും ഉല്ലാസ കാര്യങ്ങൾക്കും വേണ്ടി സമയം ചെലവഴിക്കപ്പെട്ടേക്കും. പുതിയ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നതാണ്. ചെറുപ്പക്കാരുടെ മനസ്സ് പ്രണയാർദ്രമാകും. വാക്കുകൾക്ക് മൂർച്ച കൂടാതിരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ് മകയിരം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച വന്നിരിക്കുന്നത്. അടുത്തത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്ര ജാതകരുടെ ഔദ്യോഗികമായ കൂടിയാലോചനകൾ കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടാകില്ലാത്ത ഒരു ദിവസങ്ങളാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് തൊഴിൽ രംഗത്ത് വളരെയധികം സമ്മർദ്ദങ്ങൾ വന്നു ചേരും. കച്ചവടത്തിൽ ഇപ്പോൾ കൂടുതൽ പണം മുടക്കുന്ന കാര്യത്തിൽ അല്പം ജാഗ്രത പുലർത്തുന്നത് ഗുണകരമാണ്. കുടുംബകാര്യങ്ങളിൽ കലഹ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞാലും പ്രതികരണ രാഹിത്യത്താൽ അതിനെ മറികടക്കുന്നത് വളരെയധികം ഉചിതമായിരിക്കും. പൊതുകാര്യത്തിൽ സൽപ്പേര് നിലനിർത്താൻ അല്പം ക്ലേശിക്കേണ്ടി വരും. സുഹൃത്തുക്കളുടെ ആശ്വാസവാക്കുകളും പിന്തുണയും പ്രതീക്ഷിക്കാം. വെള്ളി ശനി ദിവസങ്ങളിൽ കൂടുതൽ സ്വസ്ഥത നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ്. പുണർദം നക്ഷത്ര ജാതകരുടെ ഔദ്യോഗികമായ ചുമതലകൾ വളരെയധികം വർദ്ധിക്കും. തന്മൂലം ചിലരെങ്കിലും എല്ലാം ഇട്ടെറിഞ്ഞ് ഒരാഴ്ച അവധിയെടുത്താലോ എന്ന് ആലോചിക്കുന്ന ദിവസങ്ങളാണ്. എന്നാൽ ജീവിതത്തിന് ഒരു താളമുണ്ടെന്നും അതനുസരിച്ച് ചലിക്കാനാണ് നമ്മുടെ വിധിയെന്നും ഉടനെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. മകൻ്റെ പഠന കാര്യങ്ങൾക്കോ വാഹനത്തിന് മുൻകൂർ അടയ്ക്കുവാനുള്ള ധനം കണ്ടെത്തുവാൻ സാധിക്കും. സ്വതന്ത്രമായ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് മുന്നേറ്റമുണ്ടാകുന്നതാണ്. കുടുംബത്തിലെ വയോജനങ്ങളുടെ സംരക്ഷണത്തിൽ അലംഭാവം ഒരു രീതിയിലും കാട്ടരുത്. വാരാന്ത്യ ദിവസങ്ങളിൽ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷിക്കാം. അടുത്തത് പൂയം നക്ഷത്രക്കാരാണ്. പൂയം നക്ഷത്ര ജാതകരുടെ ഈ വാരാദ്യം അവസരോചിതമായ പ്രവൃത്തികൾ ചെയ്യുവാനും തന്മൂലം അഭിനന്ദനം നേടുവാനും സാധിക്കുന്നതാണ്. ആസൂത്രണ മികവിലൂടെ കാര്യവിജയമുണ്ടാകും. വാരം മധ്യ ദിവസങ്ങളിൽ അല്പം ആലസ്യമോ ഉന്മേഷക്കുറവോ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. കുടുംബ അംഗങ്ങളോട് നിസ്സാര കാര്യങ്ങളെ ചൊല്ലി പിണങ്ങുവാൻ ഇടയുണ്ട്. മകൻ്റെ അതുമല്ലെങ്കിൽ മകളുടെ ചെറിയ ആവശ്യങ്ങൾ സാധിക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. പിന്നീട് അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കേണ്ടി വരുന്ന ദിവസങ്ങൾ വന്നെത്തുന്നതാണ്. വെള്ളിയും ശനിയും ക്ഷേത്ര അതുമല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടുതൽ നേരം കണ്ടെത്തുവാനും സാധിക്കുന്നതാണ്. അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ്. ആയില്യം നക്ഷത്ര ജാതകരുടെ നക്ഷത്രനാഥനായിട്ടുള്ള ബുധൻ്റെ മൗഢ്യാവസ്ഥ തുടരുകയാൽ സുഗമം എന്ന് വിചാരിച്ച കാര്യങ്ങളെല്ലാം വളരെയധികം ദുർഗമം ആകുന്നതാണ്. താൽക്കാലിക പദവികൾ ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. പഠനത്തിൽ ആലസ്യത്തിന് സാധ്യതയുണ്ട്. വ്യാഴം 11 തുടരുന്നതിനാൽ സാമ്പത്തിക സ്ഥിതി ഒരു രീതിയിലും മോശമാവില്ല. ഇടപാടുകളിലെ കൃത്യത നിങ്ങളെ അഭിനന്ദിക്കപ്പെടും. വസ്തുവ്യാപാരത്തിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ വന്നു ചേരുന്നതാണ്. കുടുംബസമേതം തീർത്ഥാടനത്തിന് അതുമല്ലെങ്കിലുള്ള തീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. പാരമ്പര്യമായി നിങ്ങൾ ചെയ്തു പോന്നിരുന്ന തൊഴിലുകളിൽ ഇപ്പോൾ വളരെയധികം ധനനേട്ടം വന്നു ചേരുന്ന കാലമാണ്. അടുത്തത് മകം നക്ഷത്രക്കാരാണ്. രണ്ടാം രാശിയിൽ കേതു ചന്ദ്രയോഗം വരികയാൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ വാക്കുകൾ പരുഷമാകും. ENT അസുഖങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. വിശ്രമം അതുമല്ലെങ്കിൽ സ്വൈര്യം കുറയുന്നതാണ്. ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കാര്യങ്ങൾ കുറച്ചൊക്കെ വരുത്തിയാകും. തൊഴിലിടത്തിൽ ശോഭിക്കുവാൻ കഴിയുന്നതാണ്. കാര്യനിർവഹണത്തിൻ്റെ കാര്യത്തിൽ തടസ്സങ്ങളൊന്നും വന്നു ചേരില്ല. കച്ചവടത്തിൽ ഉപഭോക്താക്കളെ തൃപ്തി ലഭിക്കുന്നതാണ്. മറ്റു ദിവസങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമായാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. കുടുംബകാര്യങ്ങളിൽ വളരെയധികം ശുചിതമായ തീരുമാനങ്ങൾ ഉണ്ടാകുന്നതാണ്. അടുത്തത് പൂരം നക്ഷത്രക്കാരാണ്. പൂരം നക്ഷത്ര ജാതകരുടെ നക്ഷത്രാധിപനായ ശുക്രൻ ഉച്ചത്തിൽ തുടരുന്നതിൻ്റെ അനുകൂലതയുണ്ടാകുന്നതാണ്. ഔദ്യോഗിക രംഗത്ത് സ്വാധീനം പുലർത്തും. നിർദ്ദേശങ്ങളോട് പ്രത്യക്ഷത്തിൽ എതിർപ്പുണ്ടായില്ലെങ്കിലും സഹപ്രവർത്തകർ പരോക്ഷമായി പ്രതികരിച്ചേക്കും. മത്സരാധിഷ്ഠ കരാറുകൾ ലഭിക്കുവാനിടയുണ്ട്. ഏജൻസി പ്രവർത്തനം വളരെയധികം ധനാഗമം സമ്മാനിക്കുന്നതാണ്. കുടുംബ ബന്ധങ്ങളിൽ സമ്മിശ്രമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. മകൻ്റെ ശീലങ്ങളെ പുതുതലമുറയുടെ സ്വഭാവമായി കരുതി തന്നെ സമാധാനിക്കേണ്ടി വരുന്നതാണ്. പുതിയ ആഭരണങ്ങൾ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഇവ വാങ്ങുന്നതാണ്. നിങ്ങളുടെ പ്രണയഭാവം പുഷ്കലമാകുന്ന ആഴ്ചയാണ് പൂരം നക്ഷത്രക്കാർക്ക് വന്നുതീരിക്കുന്നത്. അടുത്തത് ഉത്രം നക്ഷത്രക്കാരാണ്. ചിങ്ങരാശിക്കാർ കോട്ട് കച്ചവടത്തിൽ വളരെയധികം സമ്മർദ്ദങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആദർശവും പ്രായോഗികതയും തമ്മിൽ പിണങ്ങുന്നതാണ്. കാര്യനിർവഹണത്തിൻ്റെ കാര്യത്തിൽ സുഗമത വളരെയധികം കുറയും. കന്നി രാശിക്കാർക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ലൈസൻസ് അതുമല്ലെങ്കിൽ അനുമതി പത്രങ്ങൾ ഇവ കൈവശമെത്തും.
തീരുമാനങ്ങൾ പ്രാവർത്തികമാക്കുവാൻ ഒരു രീതിയിലുമുള്ള തടസ്സങ്ങൾ ഉണ്ടാവില്ല. ഉത്രം നാളുകാർക്ക് പൊതുവെ കൂട്ടുകെട്ടുകൾ ഗുണവും ദോഷവും സൃഷ്ടിക്കുന്ന കാലമാണ്. ബിസിനസ് യാത്രകൾ ഫലവത്താകും. ഉപാസനാദികൾ തടസ്സപ്പെടില്ല. കലാപ്രവർത്തനത്തിൽ നവ ഉന്മേഷം സംജാതമാകുന്നതാണ്. അടുത്തത് അത്തം നക്ഷത്രക്കാരാണ്. സഹകരണ മനസ്ഥിതി മൂലം നിങ്ങളുടെ കർമ്മ മേഖലയിൽ കാര്യസാധ്യം ഭവിക്കുന്നതാണ്. പരസ്പരമുള്ള തെറ്റിദ്ധാരണ മാറ്റുവാനുള്ള ശ്രമം കാമുകി കാമുകന്മാർക്കിടയിൽ ഭംഗിയായി തന്നെ വിജയിച്ചേക്കും. വാരാദ്യ ദിവസങ്ങളിൽ സുഖഭക്ഷണ യോഗം, വിരുന്നുകളിൽ പങ്കുകൊള്ളൽ എന്നിവയുണ്ടാകുന്നതാണ്. വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് യാത്രാരേഖകൾ വന്നു ചേരുകയും ചെയ്യും. മക്കളുടെ ഉപരിപഠനത്തിലെ ആശയക്കുഴപ്പങ്ങളെല്ലാം നീങ്ങിക്കിട്ടും. ഭൂമി വ്യാപാരത്തിലെ തടസ്സങ്ങൾ തുടർന്നേക്കും. ഭാഗ്യാനുഭവങ്ങൾ പുഷ്ടിപ്പെടുന്ന കാലമാണ്. ക്ഷേത്ര ദർശനം, സമർപ്പണം ഇത്യാദികൾക്കുള്ള സന്ദർഭം വന്നു ചേരുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ്. സ്വതന്ത്ര ചിന്താഗതി പുലർത്തുവാൻ സാധിക്കും. മറ്റുള്ളവരെ വിമർശിക്കുന്നതിനാൽ ഇങ്ങോട്ടും ആരോപണങ്ങൾ കേൾക്കേണ്ടതായി വരുന്നതാണ്. അമിതമായ സ്വാതന്ത്ര്യമെടുക്കുന്നത് സഹപ്രവർത്തകരെ വളരെയധികം ചൊടിപ്പിക്കും. പുതിയ ജോലിയുടെ നിയമന ഉത്തരവ് വൈകുന്നതാണ്. നിങ്ങളുടെ നക്ഷത്രാധിപനായ ചൊവ്വ വക്രഗതിയിൽ തുടരുന്നതിനാൽ തീരുമാനങ്ങളെല്ലാം അടിക്കടി മാറ്റേണ്ട സ്ഥിതിയുണ്ടാകും. വാഗ്ദാന ലംഘനങ്ങളും സാധ്യതയാണ്. ധനക്ലേശം ഉണ്ടാവില്ലെന്ന കാര്യം വളരെയധികം ആശ്വാസം പകരും. പക്ഷേ ദുർവ്യയം വളരെയധികം നിയന്ത്രിക്കേണ്ട ആഴ്ച കൂടിയാണ്. നിങ്ങളുടെ സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിങ്ങൾക്ക് വിജയം കൊയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്തത് ചോതി നക്ഷത്രക്കാരാണ്. നിർബന്ധശീലം ശത്രുക്കളെ സമ്മാനിക്കും. മുൻകൂട്ടി തീരുമാനിക്കാത്ത കാര്യങ്ങൾ പ്രത്യുൽപ്പന്ന മിതത്തോടെ നിർവഹിക്കുവാൻ സാധിക്കുന്നതാണ്. ഗൃഹത്തിൽ മെയിൻ്റനൻസ് പണികൾ വേണ്ടിവരുന്ന ആഴ്ചയാണ്. വ്യാപാരത്തിൽ പുതിയ പാർട്ട്ണർമാരെ ചേർക്കുന്നതിൽ വളരെയധികം ആശയക്കുഴപ്പം വന്നുചേരും. വായ്പകൾ എടുക്കുന്നത് വ്യവസ്ഥകൾ പൂർണ്ണമായി മനസ്സിലാക്കിയിട്ട് വേണം. സ്ത്രീകളുടെ ശത്രുത പരിഹരിക്കുവാൻ കഴിയുന്നതും വേഗത്തിൽ ശ്രമിക്കേണ്ടതാണ്. വിദേശത്ത് കഴിയുന്ന ആളുകൾക്ക് നാട്ടിൽ വരുവാനുമുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അടുത്തത് വിശാഖം നക്ഷത്രക്കാരാണ്. കാര്യസാധ്യത്തിന് അലച്ചിലും ആവർത്തിത ശ്രമങ്ങളും വേണ്ടിവരുന്ന ആഴ്ചയാണ്. സ്വാതന്ത്ര്യം ഹാനികരിക്കപ്പെടുന്നതായി തോന്നിയേക്കും. ചിലരെ നിലക്കി നിർത്തുവാൻ ഒരു രീതിയിലും മടിക്കില്ല. തൊഴിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിന് അനുബന്ധ രേഖകൾ ശാഖ തുടങ്ങുന്നതിനുള്ള ചിന്തയുണ്ടാകും. എന്നാൽ വ്യക്തത കൈവരുന്ന ആഴ്ചയല്ല. അച്ഛൻ്റെ ധനസഹായം പ്രതീക്ഷിക്കാം. പക്ഷേ കൈവശമെത്തുവാൻ സഹോദരർ തടസ്സങ്ങൾ നിൽക്കുവാനും ഇടയുണ്ട്. കലാപ്രവർത്തനം അല്പം മന്ദഗതിയിൽ തുടരുന്നതാണ്. സുഹൃത്തുക്കളുടെ വാക്കിൽ വിശ്വാസം കുറയുന്ന ആഴ്ചയാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠനത്തിൽ മുതിർന്നവർ ജാഗ്രത കാട്ടുന്നത് വളരെയധികം ഗുണകരമാകും. അടുത്തത് അനിഴം നക്ഷത്രക്കാരാണ്. 4-ാം രാശിയിൽ ത്രിഗ്രഹ യോഗം വരികയാൽ ഗൃഹത്തിൽ സ്വസ്ഥത കുറയാം. ഭിന്നമായ അഭിപ്രായങ്ങൾ അന്തരീക്ഷത്തെ കലുഷമാക്കും. വാരാദ്യ ദിവസങ്ങളിൽ കുറച്ചൊക്കെ സ്വൈര്യമുണ്ടാകും. ധന ആനുകൂല്യം പ്രതീക്ഷിക്കാം. പ്രിയ സമാഗമം സന്തോഷകരമാകുന്നതാണ്. ചൊവ്വ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ ദേഹക്ലേശം, ദുർവ്യയം ഇവ സാധ്യതകളാണ്. ദുഷ്പ്രേരണകളെ കഴിവതും ഒഴിവാക്കുക തന്നെ വേണം. ചിലരെ ആലസ്യം പിടികൂടാം. അവധിയെടുത്ത് വീട്ടിൽ ചടഞ്ഞു കൂടുവാനും ഇടയുണ്ട്. അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് ചുറ്റിത്തിരിയാം. വെള്ളിയും ശനിയും മനസ്സിന് വളരെയധികം സ്വസ്ഥത സമ്മാനിക്കുന്നതാണ്. ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനും നിങ്ങൾക്ക് ഈ ആഴ്ച സാധിക്കുന്നതാണ്. അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ്. തൃക്കേട്ട നക്ഷത്ര ജാതകരുടെ നക്ഷത്രാധിപനായ ബുധന് മൗഢ്യ അവസ്ഥയും പാപയോഗവും വരുന്നത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ വളരെയധികം ദുർബലപ്പെടുത്തും. പ്രവൃത്തി നിരത്തവും കുറയുന്നതാണ്. അതേസമയം ആലോചന കൂടുകയും ചെയ്യും. തെറ്റായ ഉപദേശങ്ങൾ ശരിയെന്ന് വിശ്വസിച്ചു പോകും. ബുദ്ധിശക്തി വിവേകപൂർവ്വം ഉപയോഗിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ ആരംഭിച്ച കാര്യങ്ങൾ വാരാദ്യത്തോടെ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ്. സർക്കാർ കാര്യങ്ങൾ നേടുവാൻ വളരെയധികം അലച്ചിലുണ്ടാകും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉഴപ്പന്മാരാകുവാനും ഇടയുണ്ട്. കരാർ അതുമല്ലെങ്കിൽ ഏജൻസി ജോലികളിൽ നിന്നും സാമാന്യമായ ധനനേട്ടം കൈവരുന്ന ആഴ്ചയാണ്. അടുത്തത് മൂലം നക്ഷത്രക്കാരാണ്. തൊഴിലിൽ ശ്രദ്ധിക്കുവാനും വരവും ചെലവും കൃത്യമായി മനസ്സിലാക്കുവാനും വ്യാപാരം പുഷ്ടിപ്പെടുവാനുമുള്ള വഴി ആലോചിക്കുന്നതാണ്. ബന്ധുക്കളുടെ കലഹത്തിൽ ഇടപെടുന്നത് വളരെയധികം ശ്രദ്ധിച്ചു വേണം. 3-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഉള്ളതിനാൽ മനസ്സിനിണക്കം ഇല്ലാത്ത വ്യക്തികളുടെയും സഹായം സ്വീകരിക്കേണ്ടി വന്നേക്കാം. സുഖ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ആഴ്ചയാണ്. സുഹൃത്ത് സമാഗമങ്ങൾ വളരെയധികം സന്തോഷം പകരുന്നതാണ്. രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് വളരെയധികം ആശ്വാസം ലഭിക്കുന്നതാണ്. വെള്ളി ശനി ദിവസങ്ങളിൽ ദേഹക്ലേശം അനുഭവിക്കുവാനും ഇടയുണ്ട്.
അടുത്തത് പൂരാടം നക്ഷത്രക്കാരാണ്. ഉദ്യോഗസ്ഥരുമായുള്ള കൂടിയാലോചനകൾ വളരെയധികം ഗുണകരമാകും. സ്വത്ത് തർക്കങ്ങളിൽ അനുകൂലമായ വിധി നിങ്ങൾക്ക് വന്നു ചേരും. സ്വാശ്രയ ബിസിനസ്സിൽ കരുതിയതിലും കൂടുതൽ ആദായം ഉണ്ടാകുന്ന ആഴ്ചയാണ്. അയൽ ബന്ധങ്ങൾ വീണ്ടും വളരെയധികം രമ്യമാകും. വ്യക്തിപരമായ യാത്രകൾ മനസ്സിന് സന്തോഷം സമ്മാനിക്കുന്നതാണ്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും സാധിക്കും. ആഡംബര ചെലവുകൾ കുറയ്ക്കുവാൻ കഴിയുന്നത്ര ശ്രമിക്കേണ്ടതാണ്. സാങ്കേതിക വിദ്യകളിൽ കൂടുതൽ അറിവ് നേടുവാൻ സാധിക്കുന്നതാണ്. മകൻ്റെ ജോലിക്കായുള്ള പരിശ്രമങ്ങൾ ഫലവത്താകുന്ന ആഴ്ച കൂടിയാണ്. വ്യായാമത്തിലും ആഹാര നിയന്ത്രണത്തിലും അല്പം ശ്രദ്ധിക്കുന്നത് വളരെയധികം ഗുണകരമാകും. അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ്. അലസ മനോഭാവം പിടികൂടുവാൻ ഈ ആഴ്ച ഇടയുണ്ട്. ചില കാര്യങ്ങൾ പിന്നീടത്തേക്കാക്കുന്നതാണ്. ആത്മാർത്ഥമായി ഒപ്പമുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞേക്കില്ല. വ്യാപാരത്തിൽ ലാഭം സാമാന്യമായിട്ടാകും വന്നു ചേരുക. നിങ്ങളുടെ വിപുലീകരണ ശ്രമങ്ങൾ സഹോദരൻ നൽകുന്ന പിന്തുണ വളരെയധികം ഗുണകരമാകും. ധനുരാശിക്കാർ ദാമ്പത്യത്തിൽ പിടിവാശി ഉപേക്ഷിക്കുന്നതാകും ഉചിതം. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതൽ നേരം ചെലവഴിക്കുവാനും സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഭാവി പഠനത്തെക്കുറിച്ച് അവ്യക്തത ഉണ്ടാകുന്നതാണ്. മകരരാശിക്കാർക്ക് എതിർപ്പുകളെ നിരാകരിക്കുവാൻ കഴിവുണ്ടായിരിക്കും. അടുത്തത് തിരുവോണം നക്ഷത്രക്കാരാണ്. ജീവിതത്തെക്കുറിച്ചുള്ള മങ്ങിയ ചിന്തകൾ നീങ്ങി ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ആഴ്ചയാണ്. അധ്വാനത്തിനുപരി നേട്ടങ്ങൾ കൈവരുന്നതാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളിലെ പരിഹാരം സുഗമമായി തന്നെ തീരും. കുടുംബ ബന്ധങ്ങളിലെ എല്ലാവിധ സ്വൈര്യക്കേടുകളും താൽക്കാലികമായിട്ടെങ്കിലും മാറിക്കിട്ടുന്നതാണ്. ചിട്ടി, ലോട്ടറി ഇവയിൽ നിന്നും അപ്രതീക്ഷിതമായ ധനാഗമം ഉണ്ടാകുന്നതാണ്. പെൻഷൻ പറ്റിയ ആളുകൾക്ക് വൈകിയ ആനുകൂല്യങ്ങൾ കിട്ടുന്നതാണ്. ലോണിലുള്ള ശ്രമം ഫലവത്താകും. ഗവേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് പൂർത്തീകരണം സാധ്യമാകുന്ന ആഴ്ച കൂടിയാണ്. അടുത്തത് അവിട്ടം നക്ഷത്രക്കാരാണ്. തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ ഒരു രീതിയിലും നിങ്ങൾ കൈക്കൊള്ളരുത്. ഒപ്പമുള്ളവർ അതുമല്ലെങ്കിൽ വീട്ടുകാർ പറയുന്നതും കൂടി കേൾക്കേണ്ടതാണ്. ശുഭ പാപഗ്രഹങ്ങൾ ഒരുപോലെ സ്വാധീനം ചെലുത്തുന്ന കാലമാണെന്ന് വളരെയധികം ഓർക്കേണ്ടതാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നതാണ്. ദുഷ്പ്രേരണകളെ തടുക്കേണ്ടതുണ്ട്. ഞായർ മുതൽ ചൊവ്വ വരെയുള്ള മാനസിക പിരിമുറുക്കം നിങ്ങൾക്ക് അനുഭവപ്പെടാം. ശരിയും തെറ്റും വിവേചനം ചെയ്യുവാൻ വളരെയധികം വിഷമിക്കുന്നതാണ്. മറ്റ് ദിവസങ്ങളിൽ ബിസിനസ്സിൽ നിന്നും ധനാഗമം ഉണ്ടാകും. സൗഹൃദം വളരെയധികം പുഷ്ടിപ്പെടുന്ന ആഴ്ച കൂടിയാണ്. ബന്ധുക്കളിൽ നിന്നും ഗുണാനുഭവങ്ങൾ അതുമല്ലെങ്കിൽ സഹായ സഹകരണങ്ങൾ കരഗതമാകുന്നതാണ്. അടുത്തത് ചതയം നക്ഷത്രക്കാരാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ അവിചാരിതമായ തടസ്സങ്ങൾ മനസ്സ് മടിപ്പിക്കുന്നതാണ്. തർക്കങ്ങൾക്ക് നിന്നു കൊടുക്കരുത്. ആരെങ്കിലും നിങ്ങളെ കരുവാക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. പുതുതലമുറക്കാരെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ലെന്ന് വരും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് സമ്മർദ്ദങ്ങൾ വളരെയധികം വന്നു ചേരുന്നതാണ്. ബുധനാഴ്ചയ്ക്ക് ശേഷം ഉന്മേഷഭാവം തിരിച്ചു കിട്ടുകയും ചെയ്യും. പ്രായോഗികമായ സമീപനം പരിഹാരങ്ങൾക്ക് വഴി തുറന്നു തരുന്നതാണ്. നല്ല കാര്യങ്ങൾക്കായി ധനം ചെലവഴിക്കുകയും ചെയ്യും. ക്ഷേത്ര കാര്യങ്ങളിൽ മുഴുകുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. അടുത്തത് പൂരുരുട്ടാതി നക്ഷത്രക്കാരാണ്. സംഘടനയിൽ പ്രവർത്തിക്കുന്നവർ പുകഞ്ഞ കൊള്ളുകളെ പുറത്താക്കുവാൻ കൂട്ടുനിൽക്കും. ചിലപ്പോൾ മനസ്സിലെ നിഷ്പ്രയോജനകരമായ ചിന്തകളാകും ബഹിഷ്കരിക്കുക. ശനി ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ പെട്ടെന്ന് തന്നെ മടിയും ഉന്മേഷരാഹിത്യവും പിടികൂടുന്നതാണ്. നന്മ ചെയ്യുന്നവരെ അഭിനന്ദിക്കുവാനുള്ള സന്നദ്ധത വന്നു ചേരും. രോഗാതുരന്മാർക്ക് വാരാദ്യം അല്പം ആരോഗ്യ പ്രശ്നങ്ങൾ വരുവാൻ ഇടയുണ്ട്. പണയ വസ്തു വീണ്ടെടുക്കുവാൻ കുറച്ചധികം യത്നം ആവശ്യമായി വരുന്നതാണ്. വിദ്യാർത്ഥികളായ ആളുകൾക്ക് പഠന കാര്യത്തിൽ വളരെയധികം ഏകാഗ്രത ഉണ്ടാകുന്നതാണ്. പുതു സംരംഭങ്ങൾ തുടങ്ങുവാൻ കുറച്ചുകൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതാണ്. അടുത്തത് ഉത്രട്ടാതി നക്ഷത്രക്കാരാണ്. അനുകൂലമായ സാഹചര്യം പ്രയോജനപ്പെടുത്തുവാൻ എല്ലാ രീതിയിലും നിങ്ങൾക്ക് കഴിയും. കൂടിയാലോചനകൾ ഗുണകരമാകുന്നതാണ്. മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകാര്യമായിട്ടായി തീരുക. അധിക ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരുന്ന ആഴ്ചയാണ്. ബിസിനസ് ഇടപാടുകളിൽ കൂടുതൽ ലാഭം പ്രതീക്ഷിക്കാം. പ്രണയിക്കുന്ന ആളുകൾക്ക് ആഹ്ലാദിക്കുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബസമേതമുള്ള ദീർഘയാത്രകൾ ആസൂത്രണം ചെയ്യുന്നതാണ്. വിദ്യാർത്ഥികളുടെ പഠന കാര്യത്തിൽ മുതിർന്നവർ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. അടുത്തത് രേവതി നക്ഷത്രക്കാരാണ്.
ശുക്രന്റെ ജന്മരാശിസ്ഥിതി ഭോഗസുഖങ്ങളേക്കും കൊതിച്ച വസ്തുക്കൾ വാങ്ങുവാനും പാരിതോഷികം ലഭിക്കുകയും ചെയ്യുന്നതാണ്. കലാപ്രവർത്തനം അഭംഗുരമാകുന്ന ആഴ്ചയാണ്. രാഹുവും ജന്മരാശിയിലുള്ളതിനാൽ സമയബന്ധിതമായി പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞേക്കില്ല. ബന്ധുക്കൾ തമ്മിലെ പിണക്കം മാറ്റുവാൻ മുൻകൈയെടുക്കും. ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ അഷ്ടമരാശിയാകിയാൽ വാഹനം, യന്ത്രം എന്നിവയുടെ ഉപയോഗത്തിൽ വളരെയധികം ജാഗ്രത പുലർത്തേണ്ടതാണ്. വെള്ളി ശനി ദിവസങ്ങളിൽ മനസമാധാനം വളരെയധികം ഭവിക്കുന്നതാണ്. ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനും നിങ്ങൾക്ക് ഈ ആഴ്ച സാധിക്കുന്നതാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.